പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാർസ് ഒരു മനോരോഗിയായിരുന്നു എന്ന് ഒരാൾ വിമർശിക്കുന്നത്. അത് ആനന്ദവനം ഭാരതിയാണ്. മാർസിനെക്കുറിച്ച് ആനന്ദവനം ഭാരതിക്കുള്ള ധാരണ, മാർസ് തൻ്റെ സന്തത സഹചാരി എംഗൽസിനോടുള്ള അസൂയ കൊണ്ടാണ് മിച്ചമൂല്യ സിദ്ധാന്തം കണ്ടുപിടിച്ചത് എന്നാണ്. മാർസും എംഗൽസും തമ്മിലുള്ള സൗഹൃദത്തിനും യോജിച്ച പ്രവർത്തനങ്ങൾക്കും എത്രയോ കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന കാലത്ത് രണ്ടു പേർക്കും 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. അത് തൊട്ട് മാർസ് മരിക്കുന്നതുവരെയും മാർസിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യാഖ്യാതാവും സൂക്ഷ്മ പരിശോധകനും പ്രസാധകനുമൊക്കെയായി എംഗൽസ് നിലനിന്നിട്ടുണ്ട്. മാർസിൻ്റെ ദാസ് ക്യാപിറ്റലിൻ്റെ 1ാം വാള്യത്തിന് ശേഷമുള്ള പതിപ്പുകളെല്ലാം എംഗൽസാണ് പരിശോധിച്ച് പൂർത്തിയാക്കി പ്രസാധനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ഓരോ പുതിയ പതിപ്പിനും മാർസ് ജീവിച്ചിരുന്നതിന് ശേഷം എംഗൽസ് പുതിയ അവതാരികകൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് എംഗൽസിനോട് ബുദ്ധിപരമായ ഒരു ശത്രുത, ഒരു മാത്സര്യ ബുദ്ധി മാർസ് പ്രകടിപ്പിച്ചതായി ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൗഹൃദങ്ങളിൽ ഒന്നായിട്ടാണ് മാർസിൻ്റെയും എംഗൽസിൻ്റെയും ബന്ധത്തെ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർസ് വളരെ ദരിദ്രനും എംഗൽസ് വളരെ ധനികനുമായിരുന്നിട്ട് പോലും അവർക്കിടയിൽ യാതൊരുവിധ വ്യക്തിപരമായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉയർന്നു വന്നിരുന്നില്ല. ഇത്രയേറെ പരസ്പരം തിരിച്ചറിഞ്ഞ, പരസ്പരം മനസ്സിലാക്കിയ രണ്ട് മനുഷ്യർ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു സൗഹൃദത്തെ, ഭൗതികമായ ബന്ധത്തെ ആണ് ആനന്ദവനം ഭാരതി തെറ്റായി വ്യാഖ്യാനിക്കുകയും മാർസിനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. ആനന്ദവനം ഭാരതിക്ക് അറിയാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് മാർസിസമാണ്. മാർസിസം ഒരു രാഷ്ട്രീയ ശാസ്ത്രം എന്ന നിലയ്ക്കും തത്വശാസ്ത്രം എന്ന നിലയ്ക്കും സാമ്പത്തിക ശാസ്ത്രം എന്ന നിലയ്ക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ ഇത്ര വൃത്തികെട്ട രീതിയിൽ മാർസിനെക്കുറിച്ച് പറയാൻ കഴിയുമായിരുന്നില്ല.